നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സഹോദരങ്ങളായ 4 പേർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന CA സെബാസ്റ്റ്യനെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുസ്മരിച്ചു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപ്തി കുറിച്ച് മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് ഒരുങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സഹോദരങ്ങളായ 4 പേർ അറസ്റ്റിൽ. പുല്ലൂറ്റ് പ്രവർത്തിച്ചിരുന്ന ഫാൻസി കെമിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ 86ഓളം പേരിൽ നിന്നുമായി 25 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ കല്ലുങ്ങൽ അഷ്റഫ്, അബ്ദുൽ സലാം, ഷറഫുദ്ദീൻ, അബ്ദുൽ സമദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ SI PK പത്മരാജനും സംഘവും പിടികൂടിയത്. ഫാൻസി കെമിക്കൽസിലും ഗൾഫിൽ പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനത്തിലും പങ്കാളിത്തം തരാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ പണം വാങ്ങിയത്. 1 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 5000 രൂപയാണ് ഇവർ ലാഭവിഹിതമായി വാഗ്ദാനം ചെയ്തിരുന്നത്. തുടക്കത്തിൽ ചിലർക്ക് ലാഭവിഹിതം നൽകി വിശ്വാസം നേടിയ ശേഷമാണ് ഇവർ വിപുലമായ ധനസമാഹരണം നടത്തിയത്. 9 മാസം മുമ്പ് നിക്ഷേപകരെ വഞ്ചിച്ച് ഇവർ ഒളിവിൽ പോയതിനെ തുടർന്ന് തട്ടിപ്പിന് ഇരയായവർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരം ആരംഭിച്ചിരുന്നു. അടച്ചുപൂട്ടിയ ഫാൻസി കെമിക്കൽസിന് മുന്നിൽ ആത്മഹത്യാശ്രമം വരെ നടന്നിരുന്നു. കുടുംബസമേതം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രതികളിൽ ഒരാളായ ഷറഫുദ്ദീൻ വിദേശത്തു നിന്നും കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. വിമാനത്താവളത്തിൽ നിന്നും തൃശൂരിലേക്ക് വരും വഴി പിന്തുടർന്ന പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയുമായിരുന്നു. പാലക്കാട് പുതുനഗരം എന്ന സ്ഥലത്ത് ആഡംബര വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു ഇവരുടെ കുടുംബം. മൂത്ത സഹോദരനായ അഷ്റഫ് മന്ത്രവാദത്തിലൂടെ ആളുകളെ ആകർഷിച്ചാണ് തട്ടിപ്പിന് കളമൊരുക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായവരുടെ സഹോദരന്മാരും കേസിലെ പ്രതികളുമായ ജൈനുൽ ആബിദീൻ, മനാഫ്, ഷിഹാബ് എന്നിവർ ഇപ്പോഴും വിദേശത്താണ്. മറ്റൊരു പ്രതിയും ഇവരുടെ സഹായിയുമായ ചങ്ങരംകുളം സ്വദേശി ഗഫൂറിനെയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പിടിയിലായ പ്രതികളുടെ പേരിൽ മതിലകം, തൃശൂർ, അങ്കമാലി, ചെങ്ങമനാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ രീതിയിൽ കേസുകളുണ്ട്. അബ്ദുൽ സമദിനെതിരെ തട്ടിപ്പ് കേസിൽ 2 വാറണ്ടുകൾ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സീനിയർ CPOമാരായ CR പ്രദീപ്, CI ഷാജു, PU ഉണ്ണി, CPO സബീഷ് എന്നിവരും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CA സെബാസ്റ്റ്യൻ അനുസ്മരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PK ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV അബ്ദുൽ മജീദ്, DCC അംഗം KD നീലാംബരൻ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, സുനിൽ മേനോൻ, KB അനിൽകുമാർ, PS ഷാഹിർ, KB ഫൈസൽ, ശ്യാംകൃഷ്ണൻ, മണി ഉല്ലാസ്, KK ഉമ എന്നിവരും സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സെബാസ്റ്റ്യൻ അർഹിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലാണ് നാം അദ്ദേഹത്തിനുള്ള ആദരവ് വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ പ്രദേശത്തിന് ഓടി നടന്ന് ചെയ്ത, പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ലാത്ത സംഘടനാ സ്ഥാനം മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പൊ മതിലകത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ അധികം അദ്ദേഹത്തെ പറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു 1 കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന ആളാണ്. എങ്കിൽ പോലും എന്നെക്കാളും ഉപരിയായി ഞാൻ ചിലപ്പോൾ ഒരു ദിവസം, അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് യോജനമുള്ള പ്രസിഡന്റാണ്, നിരന്തരമായി പോലീസ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇടപെടേണ്ട സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ 1 പ്രാവശ്യമോ പോലീസ് സ്റ്റേഷൻ പോകേണ്ടി വന്നാൽ ഒരു ദിവസം തന്നെ 4-5 പ്രാവശ്യം, അത് യൂത്ത് കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ് എന്ന് കേട്ടാൽ അത് ആരാണെന്ന് നോക്കാതെ അത് ആയിരിക്കും എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അതിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ടി വരില്ല. സെബാസ്റ്റ്യനെ കുറിച്ച് ഞാൻ അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ്, എനിക്കൊരു വിഷയമുണ്ട്, അതിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇടപെടും. യൂത്ത് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CA സെബാസ്റ്റ്യൻ സ്മാരക അവാർഡ് വിതരണവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ MP KP ധനപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TN പ്രതാപൻ MLA അനുസ്മരണം നടത്തി. ചാലക്കുടി പാർലമെന്റ് അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB സുധീർ അവാർഡുകൾ വിതരണം ചെയ്തു. ജിസ്മോൻ ഫ്രാൻസിസ് അധ്യക്ഷനായി. KJ ജോഷി, CS രവീന്ദ്രൻ, TK നസീർ, ഷിബു വർഗീസ്, KM ജോസ് മാസ്റ്റർ, AK ഭരതൻ, OA ജെൻറിൻ, സുനിൽ P മേനോൻ എന്നിവരും സംസാരിച്ചു. പാണക്കാട് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചൂലൂർ കുട്ടമംഗലം ഏരിയകളുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. ചൂലൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മ ചെയർമാൻ VI സലീം ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, അബ്ദുൽ സലാം മുസ്ലിയാർ, VS റഷീദ്, PK ബഷീർ, MK സെയ്ദ് മുഹമ്മദ് ഹാജി, താജുദ്ദീൻ എന്നിവരും സംസാരിച്ചു. ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവരും സന്തുഷ്ടരായിട്ടാണുള്ള ആ ഇസ്ലാമിക സന്ദേശം തന്നെ
പൂർണ്ണതയിലെത്തിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അതിന് പ്രയാസപ്പെടുന്നവർക്ക് വസ്ത്രവും ഭക്ഷണവും ആ ദിവസം അന്ന് പൂർണ്ണ സന്തോഷന്മാരായിരിക്കണം എന്നുള്ള ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാരവാഹികളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ ദിനം പൂർണ്ണ സന്തോഷത്തിലാക്കുവാൻ അവർക്ക് പുതുവസ്ത്രവും ഭക്ഷണ സാധനങ്ങളുമെല്ലാം പാണക്കാട് ശിഹാബലി തങ്ങളുടെ അനുസ്മരണാർത്ഥം ഇവിടെ വിതരണം ചെയ്യുകയാണ്. കൂരിക്കുഴി നിനവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹത്തണൽ പെൻഷൻ പദ്ധതിക്ക് തുടക്കമായി. കൂരിക്കുഴി നോർത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ഇതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷവും തോന്നുകയില്ല. വാസ്തവത്തിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം ഈ കാലത്ത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൊതുസമൂഹം നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത്, ആ കാര്യങ്ങളെല്ലാം സാധാരണക്കാരായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആശാവഹമാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നവരായിരിക്കണം ചെറുപ്പക്കാർ എന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ. പക്ഷേ അങ്ങനെയൊക്കെയാണോ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരന്മാർ? ഞാൻ ഏതാണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും സാംസ്കാരിക പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും ഒക്കെ പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ ഏറ്റവും സമ്പന്നമായ ചില പ്രദേശങ്ങൾ. നിലവ് കോർഡിനേറ്റർ KK അഫ്സൽ അധ്യക്ഷനായി. മതിലകം SI MK രമേശ് പെൻഷൻ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം KA പുരുഷോത്തമൻ, KU അബു മാസ്റ്റർ, TV ബാഹുലയൻ, PV അബ്ദുൽ അസീസ്, TK ഉബൈദു, KS രാധാകൃഷ്ണൻ, KK സക്കരിയ, PA അമ്പാടി എന്നിവരും സംസാരിച്ചു. ഇടവേള.